വാലന്റൈൻസ് ഡേ കുറച്ച് ഫീലിങ്സ് ഉണ്ട്, കുഴപ്പമില്ല. അതിൻ്റെ ആക്ഷനിന് മാറ്റി വേറെ ട്രാക്ക് മാറ്റിയ സിനിമ നല്ല മൂവിയാണ്. നല്ല ഇഷ്ടമായി. കാരണം വാലന്റൈൻസ് നല്ല ട്രീറ്റാണ്. കാരണം അർജുൻ്റെ സാർ നമ്മൾ ഡയറക്ഷൻ ആക്ഷൻ മൂവീസ് ആവാറില്ലേ, പക്ഷേ ഇത് ട്രാക്ക് മാറ്റി വേറൊരു പടമാണ്. നല്ലൊരു മൂവിയാണ്. നല്ലൊരു ഒട്ടും ബോറില്ല, മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. നല്ല മൂവിയാണ്. അതെ അതെ അതെ. ഫസ്റ്റ് വൺ ഞാൻ കണ്ടായിരുന്നു. പട്ടത്തുവാണെങ്കിൽ ഒരു സിനിമ ഉണ്ട്, വിശാലോടെ ഉണ്ടായിരുന്നു. അത് കുറച്ച് മിക്സഡ് റിവ്യൂസ് ഉണ്ടായിരുന്നു. ഇത് നല്ല മൂവിയാണ്. കാരണം അതിനെ കുറിച്ച് റോളിലായിരുന്നു, ഇതിൽ ഫുള്ളി റോളാണ്. നല്ല മൂവിയാണ്. കാരണം നമുക്കൊരു നല്ലൊരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ്. 14th എല്ലാവർക്കും പറ്റിയൊരു കാണാൻ പറ്റിയൊരു മൂവിയാണ്. നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. സോങ്സും എല്ലാം നല്ലൊരു മെസ്സേജ് ഉണ്ട്. അച്ഛൻ മകൾ റിലേഷൻ നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഓവറെ കുറച്ച് സ്ലോ ആയിട്ടൊക്കെ പോകുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു. നല്ല പടം, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരു ഫാമിലി പടമാണ്, കണ്ടിരിക്കുക എല്ലാവർക്കും. തമിഴ് പടം നമ്മൾ കാണുമ്പോൾ വേറൊരു തമിഴ് മസാല പടമായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ അല്ലാത്തൊരു പടമാണിത്. ഒരു നല്ല ഒരു ഫാമിലി എൻ്റർടൈനറാണ്. അർജുൻ സാർ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്തതല്ലേ, അതിൻ്റേതായ ഒരു മൂടുണ്ട്. നല്ല ഡയറക്ഷനൊക്കെ നല്ല രസമുണ്ട്, ക്യാമറ വർക്ക് നല്ല രസമുണ്ട്, ലൊക്കേഷൻസ് ഗംഭീരമാണ്. ബാക്കി നിങ്ങൾക്കുണ്ട് പെർഫോമൻസൊക്കെ കൊള്ളാം. നല്ല പാട്ടൊക്കെ രസമാണ്. അല്ല, മ്യൂസിക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. മ്യൂസിക്കിലൂടെയാണ് ഹിന്ദി സിനിമയൊക്കെയാണ് നമ്മൾ കണ്ടേക്കുന്നത്. മ്യൂസിക്കിലൂടെ കൂടുതൽ പറയുന്നത്, മ്യൂസിക്കിലൂടെ നന്നായി പറഞ്ഞിട്ടുണ്ട്. നല്ല രസകരമായിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് കൊള്ളാം, ലൊക്കേഷൻസ് ഒക്കെ നല്ല രസമായിട്ടുണ്ട്, ക്യാമറ വർക്കെല്ലാം ഗംഭീരമായിട്ടുണ്ട്. മേക്കിംഗ് കൊള്ളാം, നല്ല പടമാണ്. വാലൻസ് ഡേക്ക് കാണാൻ പറ്റിയ പടമാണ്. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുക. പിന്നെ മേക്കിംഗ് നല്ല അടിപൊളി. അർജുൻ്റെ മേക്കിംഗ് സൂപ്പറാണ്. നല്ല ആക്ഷനാണ്. ആക്ഷൻ 2 ഉള്ളെങ്കിലും സൂപ്പർ ആക്ഷനാണ്. കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടവുമാണത്. ആരും മിസ് ചെയ്യാണ്ട് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. അതന്നെ അടിപൊളിയായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ പാട്ട് ലാസ്റ്റ് അച്ഛൻ മകൾ ആ ഒരു എല്ലാവരും ഒരു മെസ്സേജായിട്ട് കാണേണ്ട ഒരു പടം തന്നെയാണ്. ചെറിയൊരു കണ്ണിന്ന് വെള്ളം വന്ന പോലെ തോന്നി എനിക്ക് ആ ഒരു ലാസ്റ്റ് ഇത് കണ്ടപ്പോൾ. പിന്നെ മേക്കിംഗ് അർജുൻ്റെ ഒരു മേക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അർജുൻ്റെ ഒരു ആക്ഷൻ കണ്ടിട്ടുണ്ട് നമ്മൾ, ആക്ഷൻ കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലും ഒരു വ്യത്യസ്തമായിട്ട് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ നല്ലൊരു മേക്കിംഗ് ആയിട്ടാണ് പുള്ളി ഇത് വർക്കൗട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. നല്ലൊരു പടമാണ്. ഈ സമയത്ത് കാണാൻ പറ്റിയ പടമാണ്. ഓക്കെ, നല്ല സിനിമ, നല്ലൊരു കമേഴ്ഷ്യൽ എൻ്റർടൈനർ. അത്യാവശ്യം നല്ല സോങ്സും എന്താ പറയുക, നല്ല ആക്ഷനും എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ പോലെ അർജുൻ്റെ ഗസ്റ്റ് റോളല്ല, എന്നാലും അർജുനും ധ്രുവ് സർജ എല്ലാവരും ഉണ്ട്. പിന്നെ എനിക്ക് ഉപേന്ദ്രയുടെ മരുമകനാണ് തോന്നുന്നു അല്ലെങ്കിൽ ഹീറോ ആയിട്ട്. കൊള്ളാം. പക്ഷേ ഇത് മകൾക്ക് വേണ്ടി ചെയ്തൊരു സിനിമ തന്നെ. എനിക്കൊരു ഐശ്വര്യയുടെ ഇതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു കംബാക്ക് തന്നെയാണ്. സത്യരാജ് എല്ലാം കൊണ്ട് ഇവിടെ ആക്ഷൻ മാത്രമല്ല, ഞാൻ വിചാരിച്ചൊരു ആക്ഷനല്ല, റൊമാൻസ് ഉണ്ട്, വല്ല ഫാമിലി എല്ലാം ഉണ്ട്. എനിക്കൊണ്ട് അവിടെ അത്യാവശ്യമൊക്കെ തമിഴ്നാട്ടിലും തെലുങ്കിലും ഓടാൻ സാധ്യതയുള്ള സിനിമ തന്നെ. മേക്കിംഗ് എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാം മലയാളം ഡബ്ബിങ് ചിലത് കുഴപ്പമില്ല, പക്ഷേ ചിലത് നന്നാക്കാൻ വരുന്നത്. എനിക്കൊന്ന് ഇതിൻ്റെ ഒറിജിനൽ കാണുക തന്നെയാണ് നല്ലത്. ഒറിജിനൽ ഭാഷ എനിക്കൊണ്ട് തമിഴിലും തെലുങ്കിലും അർജുൻ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അർജുൻ്റെ ബാക്കിയൊക്കെ വേറെ ഡബ് ചെയ്തിരിക്കുന്നത്. ഇത് ഒറിജിനൽ ഏതാണോ അത് കാണണം. എനിക്കൊണ്ട് പ്രകാശ് രാജിൻ്റെ ഒറിജിനൽ വോയിസ് നമുക്കറിയാം. അതുകൊണ്ട് പ്രകാശ് രാജിൻ്റെ ഒറിജിനൽ ശബ്ദം തന്നെയാണ് കേൾക്കുന്നതാണ് ഫീൽ കിട്ടുക. പിന്നെ മലയാളം ഡബിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എന്നാലും സിനിമ എന്ന രീതിയിൽ കൊള്ളാം. കൊള്ളൂല, പൊട്ടപ്പടം. ഫ്രീ ടിക്കറ്റ് വെറുതെ വന്നാണ്. ശോകം പടം